ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എത്രയും ബഹുമാന്യനായിട്ടുള്ള OM കരുവാരക്കുണ്ട് തങ്ങൾ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുള്ള അബു ഇരിങ്ങാട്ടിരി സാഹിബ്, അഫ്സൽ മക്കിമലി തങ്ങൾ, പേര് മാറി, സയ്യിദ് ഷബീൽ തങ്ങൾ അവர்கள், അതുപോലെ സാഫ് മുഹമ്മദ്, അസീസ് പട്ടിക്കാട്, TV അബ്ദുറഹ്മാൻ, അക്ബർ അലി, ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ വളരെ കാര്യപ്പെട്ട ആളുകൾ തന്നെയാണ്. ഓരോ മേഖലയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാഴ്ചപ്പാട് ഒക്കെയുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഷബീൽ തങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും പ്രവർത്തനങ്ങളും കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടും മറ്റുമൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള തങ്ങളാണ്. അതുപോലെ ഷെരീഫ ബീവി, അവരുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഇത്ര ആളുകൾ ഇവിടെ കൂടാനുള്ള കാരണം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ശരി തെറ്റുകൾ, അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇതുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായിട്ടുള്ള ചികിത്സയും എല്ലാം കണക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് അബു ഇരിങ്ങാട്ടിരി സാഹിബ് അദ്ദേഹം ഇവിടെ വിവരിച്ചു തന്നത്. ഇസ്ലാമികമായിട്ടുള്ള ചികിത്സ നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആനും അത് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതികൾ, അതാണ് എല്ലാവരും പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത്. അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള, പ്രയാസപ്പെടുന്ന, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ, അവർക്ക് അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് നമ്മൾ കേൾക്കുവാനും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാനും, അതിൻ്റെ കൂടെ ഈ ചികിത്സ കൊടുത്തുകൊണ്ട് ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ എല്ലാ നിലക്കും ഇസ്ലാമികപരമായിട്ട് അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യിപ്പിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രീതി. അപ്പോൾ അതിലൂടെ കുറേ കുടുംബങ്ങളെ അവർ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒറ്റപ്പെടുക, അതുപോലെ തന്നെ മാനസികമായിട്ട് ഡിപ്രഷനായിട്ട്, അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് വലിയ പ്രതിസന്ധിയിലുള്ള, കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തകരും. അപ്പോൾ അവരെ രണ്ടാമത് അവരെ തിരിച്ച് പഴയ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ആത്മീയമായിട്ടുള്ള ചികിത്സ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ദീനി ദഅവ രംഗം അതൊക്കെ അതിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. മനുഷ്യന്മാരെ കാണുവാനും മനസ്സിലാക്കുവാനും മാനവികമായിട്ട് ചിന്തിക്കുവാനും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ നിയത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള രംഗത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ചൂഷണമോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നും ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ഹലാലാകുകയില്ല. അപ്പം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ, ആളുകളെ കൂട്ടിപ്പിടിച്ച് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ലോകത്തിലെല്ലാവരും വലിയ വലിയ മഹാന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ പാരമ്പര്യമായിട്ട് നമ്മൾ പറയുന്ന, തങ്ങന്മാരൊക്കെ പറയുന്ന, ഓരോ തങ്ങന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ പാരമ്പര്യത്തിൽ അതുണ്ടാവും. ചില ആളുകൾ ആ ചികിത്സ തുടരുന്നുണ്ടാവും. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളൊക്കെ ഇതുപോലെ പല പ്രതിസന്ധികളിൽ നിന്ന ആളുകളായിരിക്കും. അവരൊക്കെ തിരിച്ച് നല്ല അവസ്ഥയിലേക്ക് ഇവരുടെ ആ ഒരു സാന്ത്വനമൊക്കെ അതിനെ ഗുണപ്പെടും എന്നുള്ളതാണ്. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രീതിയും ചര്യയും
അത് പഠിക്കുവാനും അത് ജീവിതത്തിൽ മാതൃകയാക്കാനും ഒക്കെയാണ് ഇതെല്ലാം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതൊക്കെ നമുക്കറിയാം, അതൊന്നും അതിൻ്റെ ശരിയും തെറ്റെന്നൊക്കെ നമുക്കറിയാം. പിന്നെ പല ആളുകൾ വരുന്നത് നമുക്കറിയാം, അവരുടെ ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വളരെ ഡേഞ്ചറായിട്ടുള്ള. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഈ സീറ് ചെയ്ത് കഴിഞ്ഞാൽ സീറ് ചെയ്തിട്ട് ഒരാളെ കൊല്ലാൻ സാധിക്കും, തകർക്കാൻ സാധിക്കും, അതിനൊന്നും തെളിവും കാര്യവും ഉണ്ടാവില്ല, കോടതിക്കോ പോലീസിനോ തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ ആളുകൾ ആ ഒരു ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ കുറേ ആളുകൾ ബന്ധപ്പെടാറുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ എതിരായിട്ടുള്ള ആളുകളെ തകർക്കുവാൻ, അത് കച്ചവടമാവട്ടെ മറ്റ് മേഖലകളാവട്ടെ നശിപ്പിക്കുക, ഇങ്ങനെ ചിന്തിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തയുള്ള ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ വഴികളുണ്ട്. അത് തികച്ചും ഹറാമായിട്ടുള്ള ഒരു കാര്യവും വഴിയുമാണ്. ഇസ്ലാമികപരമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മേഖലകളൊക്കെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പിന്തുടരുന്നത് ആത്മീയമായിട്ട് ആളുകളെ ഉയർത്തുവാനും അവരെ ദീനുൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ദൈവപ്രവർത്തന രംഗത്തും മറ്റും എല്ലാത്തിനും അവരെ തിരിച്ച് നല്ലൊരു വിശ്വാസിയാക്കി കൊണ്ടുവരാനുള്ള ആ ഒരു പ്രക്രിയ, അതുമാത്രമാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഭാഗങ്ങൾ. മറ്റുള്ളതൊക്കെ അള്ളാഹു കൊടുക്കുന്നു, അള്ളാഹുവാണ് കൊടുക്കുന്നതും. അത് രോഗമാവട്ടെ, സമ്പത്താവട്ടെ, മക്കളാവട്ടെ, നമ്മളുടെ കയ്യിലുണ്ട് ആരോഗ്യമാവട്ടെ, ഇതൊക്കെ അള്ളാഹുവാണ് തരുന്നതും തിരിച്ചെടുക്കുന്നതും. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നേരിടുവാനും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈമാൻ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ പുസ്തകത്തിലുടനീളം ഉള്ള കാര്യങ്ങൾ ഒക്കെ അനുഭവങ്ങളാണ്. ഇത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പുസ്തകമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വായന ശീലമുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അപകടങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നൊക്കെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ഷെരീഫ ബീവി അവരെടുത്ത ഈ ഒരു വലിയ സ്റ്റെപ്പ് അത് ചെറിയ കാര്യമല്ല. കാരണം ഈ കാലഘട്ടമാവട്ടെ, ഇതിനു മുമ്പത്തെ കാലഘട്ടമാവട്ടെ ഒക്കെ ഈ ചൂഷണങ്ങൾക്ക് കുറേ ആളുകൾ വിധേയമായിട്ടുണ്ട്. കുറേ ആളുകൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കുടുംബപരമായിട്ടൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇല്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ഈ തുറന്നു പറച്ചിലുകളൊക്കെ അത് മറ്റുള്ള ആളുകൾക്ക് എല്ലാ നിലക്കും അത് ഒരു സഹായമാവട്ടെ. ഈ ഒരു ലക്ഷ്യവും അതുതന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ആളുകൾ പോയിട്ട് ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ആ കുടുംബം 2ഉം 3ഉം വിഭാഗങ്ങളാവുന്നു, അവർ തമ്മിൽ വലിയ ശത്രുത ഉണ്ടാവുന്നു. ഇങ്ങനെ അസുഖങ്ങളും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അസുഖം ഉണ്ടായാൽ പോലും നമ്മളടുത്ത് വന്നിട്ട് അസുഖത്തെക്കുറിച്ച് പറയും. പിന്നെ പറയും, ഇതാരെങ്കിലും ചെയ്തതാണോ? അങ്ങനെയാണ് ആദ്യം ചോദിക്കുക. അപ്പോൾ അവരൊക്കെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയ വിശ്വാസമാണ്. ഏത് ഈ സിഹറാവട്ടെ അല്ലെങ്കിൽ ഈ മാന്ത്രിക ബ്ലാക്ക് മാജിക്ക്, ഇതിലൊക്കെ വലിയ വിശ്വാസമുള്ളതുകൊണ്ട് ഇത് അസുഖം എല്ലാവർക്കും വരുന്നതാണ്. അല്ലെങ്കിൽ കച്ചവടത്തിനും മറ്റുള്ളതിലൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്നത്. ഫസ്റ്റ് ചിന്തിക്കുക, ഇതാരെങ്കിലും ചെയ്തതാണോ? ഇനി ഒരു കുടുംബത്തിലാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ വരും തലമുറക്ക് അതൊക്കെ മനസ്സിലാവാനും അതൊക്കെ കൈകാര്യം ചെയ്യാനും പറ്റുന്ന തരത്തിലേക്ക് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്. എല്ലാവരെയും ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന, എന്താണ് ഇതിലുള്ളത് എന്ന് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന
ഒരു പേര് തന്നെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെരീഫ ബീവി അവരുടെ ഈ ഒരു പ്രയത്നം, അതുപോലെ തന്നെ ആ കാഴ്ചപ്പാടും അതും എല്ലാ നിലക്കും അത് നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയൊക്കെ വരും തലമുറയെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ഇതുകൊണ്ട് സംരക്ഷിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർ കുറേ സാന്ത്വന പ്രവർത്തനങ്ങൾ, ഇപ്പം വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ മാതൃകാപരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അവർ കൊടുക്കുന്ന ആ ചെറുതാണെങ്കിലും ഇനി വലുതാണെങ്കിലും ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് അവിടെ താമസിക്കുന്ന ആ കുടുംബക്കാർക്ക് അള്ളാഹു എല്ലാവിധ സന്തോഷവും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഷെരീഫ ബീവി അവരുടെ ഇനിയും നല്ല നല്ല എഴുത്തുകളും ചിന്തിപ്പിക്കുന്ന പുതിയ തലമുറയൊക്കെ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല കണ്ടൻ്റുള്ള പുസ്തകങ്ങൾ അവർക്കും ഇനി മറ്റുള്ള ആൾക്കാർക്കൊക്കെ എഴുതാൻ സാധിക്കട്ടെ. ഇവരുടെ ഈ ഒരു പ്രയത്നം ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസയും നേരുന്നു. അസ്സലാമു അലൈക്കും.